നമസ്തേ. ബഹുമാനപ്പെട്ട വിദ്യാലയ സമിതി അംഗങ്ങൾ, ആദരണീയരായ രക്ഷിതാക്കൾ, ക്ഷേമസമിതി മാതൃസമിതി അംഗങ്ങൾ, എന്റെ സഹപ്രവർത്തകർ, വാത്സല്യനിധികളായ വിദ്യാർത്ഥികൾ, ഏവരുടെയും ഹൃദയത്തിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കാൻ ഈ അധ്യയന വർഷത്തെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിലൂടെ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഭാരതീയ വിദ്യാനികേതൻ വിഭാവനം ചെയ്യുന്ന കർമ്മ പദ്ധതികളുമായി ഈ അധ്യയന വർഷം അവസാനിക്കാനിരിക്കെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സവിനയം സമർപ്പിക്കുന്നു ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് അങ്ങാടിപ്പുറം വിദ്യാനികേതൻ സ്കൂൾ 2018-19. വള്ളുവനാടിന്റെ ഹൃദയ നഗരമായ അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാനികേതൻ എന്ന നമ്മുടെ വിദ്യാലയം കഴിഞ്ഞ 39 വർഷങ്ങളായി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പഞ്ചാംഗ ശിക്ഷണത്തിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ വികാസം സാക്ഷാത്കരിക്കുന്ന പുണ്യകർമ്മമാണ് ചെയ്തു വന്നിട്ടുള്ളത്. പുതുതലമുറയെ വാർത്തെടുക്കുന്ന ഈ മഹത്തായ കർമ്മം സന്തോഷത്തോടെ നിർവഹിക്കുന്ന ഈ വിദ്യാലയം 2019 എത്തി നിൽക്കുമ്പോൾ അതിന് താങ്ങും തണലുമായി നിന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. വിദ്യാലയത്തിന് നാന്ദി കുറിച്ച CP ജനേട്ടൻ, ഊർജവും പിന്തുണയുമായി കൂടെയുള്ള സംസ്ഥാന സെക്രട്ടറി സുന്ദരേശൻ ഉണ്ണി മാസ്റ്റർ, ജില്ലാ സംയോജകൻ ശ്രീ സുബ്രഹ്മണ്യൻ മാസ്റ്റർ, വിദ്യാലയ സമിതി പ്രസിഡന്റ് വാസുമാഷ്, മാർഗനിർദ്ദേശികളായ മുൻ അധ്യാപകർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. പ്രവേശനോത്സവം പതിവിലും വിപരീതമായി ഒരൽപ്പം വൈകി ആരംഭിച്ച ഈ അധ്യയന വർഷത്തിൽ പ്രവേശനോത്സവം തന്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയത് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ബാലൻ പൂതേരിയാണ്. ഈ വർഷം എല്ലാ വിഭാഗങ്ങളിലുമായി 62 കുട്ടികളോളം നമ്മുടെ സ്കൂളിൽ പ്രവേശനം നേടി. അവരെയെല്ലാം ആരതിയൊഴിഞ്ഞ് വിദ്യാനികേതൻ കുടുംബത്തിലേക്ക് വരവേറ്റ ആ മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ മങ്കട ഗവൺമെന്റ് ഹൈസ്കൂൾ സംഗീതാധ്യാപിക ശ്രീമതി പാർവതി രമണൻ സന്നിഹിതയായിരുന്നു. വായനാ ദിനം ജൂൺ 19 നടന്ന വായനാ ദിനാഘോഷത്തിൽ സാഹിത്യകാരനായ ശ്രീ ഉണ്ണികൃഷ്ണൻ കുട്ടികളോട് സംവദിച്ചു. പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടികൾ ലൈബ്രറി വികസനത്തിൽ പങ്കാളികളാവാൻ പിറന്നാൾ ദിനത്തിൽ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി വരുന്നു. യോഗാ ദിനം. യോഗ എന്നത് ഒരു പാഠ്യപദ്ധതി എന്നതിനേക്കാൾ ഒരു ജീവിത ചര്യയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ജൂൺ 21 നടന്ന യോഗാ ദിനാചരണം. സംസ്ഥാന യോഗ സഹപ്രമുഖ് ശ്രീ വിജയൻ പാലൂർ ഉദ്ഘാടനം ചെയ്ത ദിനത്തിൽ വിദ്യാലയത്തിലെ രക്ഷാകർത്താക്കളിൽ ഒരാളായ ശ്രീമതി ഡോക്ടർ അശ്വതി സുബിൻ യോഗയും ആയുർവേദവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുട്ടികളുമായി സംവദിച്ചു. ഫെബ്രുവരി 12 വിദ്യാലയ തലത്തിൽ സമ്പൂർണ്ണ സൂര്യ നമസ്കാര യജ്ഞം സംഘടിപ്പിച്ചു. യോഗ പാഠ്യപദ്ധതി കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നു എന്ന് വിലയിരുത്താനായി വിദ്യാനികേതൻ യോഗ വിംഗ് അംഗമായ ശ്രീ ഹരിദാസൻ മാസ്റ്റർ വിദ്യാലയം സന്ദർശിക്കുകയുണ്ടായി. കായികമേള. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും ഞങ്ങൾക്കൊരുപാട് ചെയ്യാനും നേടാനും സാധിക്കും എന്ന തിരിച്ചറിവുണ്ടാക്കിയ ഒരു വർഷമാണ് നമ്മുടെ കുട്ടികൾ നൽകിയത്. ജൂലൈ 28 കോട്ടയ്ക്കൽ വിദ്യാഭവനിൽ വെച്ച് നടന്ന കൊക്കോ മത്സരത്തിൽ ബാലവിഭാഗം ആൺകുട്ടികൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ജനുവരി 30 അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന വിദ്യാലയ കായികമേളയുടെ വിജയാടിസ്ഥാനത്തിൽ ഫെബ്രുവരി 9-10 തീയതികളിൽ വള്ളുവനാട് വിദ്യാഭവനിൽ വെച്ച് നടന്ന ജില്ലാ കായികമേളയിൽ പ്രാഥമിക വിഭാഗം സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പിൽ 2ാം തരം വിദ്യാർത്ഥി ആദിദേവ് P 1ാം സ്ഥാനം നേടിയത് അഭിനന്ദനാർഹമാണ്. സംസ്കൃതം. പഞ്ചാംഗ ശിക്ഷണ പഠന രീതിയിൽ നമ്മുടെ വിദ്യാലയം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് സംസ്കൃതം. സംസ്കൃത വാരത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടുനിന്ന കാര്യപരിപാടികൾ വിദ്യാലയത്തിൽ അരങ്ങേറി. ഭാഷാ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ സ്പീച്ച്, സംസ്കൃത പ്രദർശിനി എന്നിവ സംഘടിപ്പിച്ചു. പ്രദർശിനി ഭംഗിയായി ചിട്ടയോടെ കുട്ടികൾ ഒരുക്കിയെടുത്തത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മറ്റു വിദ്യാർത്ഥികൾക്കും കണ്ടു മനസ്സിലാക്കാനുള്ള അവസരം നൽകി. പ്രാർത്ഥനാ സഭയിൽ സ്ഥിരം നടത്താറുള്ള സുഭാഷിതം ഒരു മത്സരമായി നടത്തിയതായിരുന്നു മറ്റൊരു സന്തോഷം. ഏറ്റവും കൂടുതൽ സുഭാഷിതം വൃത്തിയായി അർത്ഥത്തോടെ ചൊല്ലിയ കുട്ടികൾക്ക് 1ാം സ്ഥാനം കൊടുത്ത് ആദരിക്കുകയുണ്ടായി. നൈതികം. കുട്ടികളിലെ വ്യക്തിത്വ വികാസത്തിന്റെ പ്രധാന ചർച്ചകളിലൊന്നാണ് തെളിമയുള്ള സംസ്കാരം. മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് വിദ്യാനികേതൻ കുട്ടികൾക്കായി ഒരുക്കിയെടുത്തിട്ടുള്ള സാംസ്കാരിക പഠന രീതിയാണ് മോറൽ ക്ലാസ് കൊണ്ട് നടപ്പിലാവുന്നത്. അതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിലെ രാമായണ മാസാചരണം നടന്നത്. കേരളം കർക്കിടക മാസത്തെ രാമായണ മാസമായി അംഗീകരിച്ചിട്ട്
36 വർഷം പിന്നിടുന്നു. കേവലം വായനയ്ക്കപ്പുറത്തേക്ക് രാമായണം ഒരു ജീവിത വഴികാട്ടിയാണെന്ന തിരിച്ചറിവിൽ 1 മാസം നീണ്ടുനിൽക്കുന്ന കർമ്മ പദ്ധതിയാണ് ഈ വർഷം നടത്തിയത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി പ്രത്യേക രാമായണ പാരായണം, പ്രശ്നോത്തരി എന്നിവ സംഘടിപ്പിച്ചു. തളിക്ഷേത്രത്തിൽ നടന്ന രാമായണ പ്രശ്നോത്തരിയിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളായ ദേവാനന്ദ്, അശ്വിൻ, ശ്രീരാം ദേവ് എന്നിവർ മികച്ച പ്രകടനത്തിലൂടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത് വിദ്യാലയത്തിന്റെ യശസ് ഉയർത്താൻ കാരണമായി. വിദ്യാനികേതൻ വർഷാവർഷം നടത്തുന്ന സംസ്കൃതിജ്ഞാന പരീക്ഷയിൽ 4ാം തരം മുതലുള്ള എല്ലാ കുട്ടികളും പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ചു. സംഗീതം. അധ്യാപക യോഗങ്ങളിൽ നിർദ്ദേശിക്കുന്ന ഗാനങ്ങളും ഗണഗീതങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കാൻ അധ്യാപകർ ശ്രമിക്കുകയും അതിന് ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാ സഭയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും സ്വരസാധന ഉൾപ്പെടുത്തിയത് കുട്ടികളിലെ ശ്രദ്ധയും താൽപര്യവും വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. ക്ലബ് ആക്ടിവിറ്റീസ്. സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 21 ചാന്ദ്രയാൻ ദിനം വിപുലമായി ആഘോഷിച്ചു. ചെറിയ കുട്ടികൾക്ക് ആ ദിനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി കൊടുക്കാൻ ഉതകുന്നതായിരുന്നു പ്രാർത്ഥനാ സഭ. ശാസ്ത്ര പ്രശ്നോത്തരിയും കൊളാഷ് അടക്കമുള്ള മത്സരങ്ങളും നടത്തി. അവന്തിക KS, അശ്വിൻ രാജ്, അർജുൻ KV, ദേവാനന്ദ്, ആദർശ് എന്നിവരെ വിജയികളായി തിരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം കുട്ടികളിലേക്ക് യുദ്ധത്തിന്റെയും പോരിന്റെയും ദൂഷ്യഫലങ്ങൾ എത്തിക്കുന്ന രീതിയിലായിരുന്നു. നാഗസാക്കി ദിനത്തിൽ അങ്ങാടിപ്പുറം നഗരത്തിലൂടെ കുട്ടികളുടെ യുദ്ധവിരുദ്ധ റാലി പ്രദക്ഷിണം ചെയ്തുവന്നു. മാതൃഭാഷാ ദിനത്തിൽ മലയാളം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എഴുത്തച്ഛൻ അനുസ്മരണം, മാതൃഭാഷയുടെ പ്രാധാന്യം, ശ്രേഷ്ഠ ഭാഷാ പദവി എന്നിവയെക്കുറിച്ചുള്ള കുട്ടികളുടെ സ്പീച്ച് എന്നിവ നടത്തി. 1ാം തരം മുതലുള്ള കുഞ്ഞു കുട്ടികളുടെ കവിതാലാപനം കൊണ്ട് ധന്യമായ വേദിയിൽ വെച്ച് കുട്ടികൾ എഴുതി തയ്യാറാക്കിയ ആത്മകഥകൾ പ്രകാശനം ചെയ്യപ്പെട്ടു. മാതൃഭാഷാ പ്രതിജ്ഞ ചൊല്ലി സഭ പിരിഞ്ഞു. മാത്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസങ്ങളിലും ഗണിത ക്വിസ് നടത്തിവരുന്നു. ഒരു ദിവസം മുഴുവനായി നടത്തിയ ഗണിത ദിനം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി എന്നതും ആ പ്രത്യേക വിഷയത്തോട് കുട്ടികൾക്കുള്ള പേടി കുറയ്ക്കാനായി എന്നതും സന്തോഷാവഹമാണ്. വായനയ്ക്ക് വേണ്ടി പ്രത്യേക സമയം അനുവദിക്കുകയും അത് കൃത്യമായി നടത്തപ്പെടുകയും ചെയ്തതിലെ വിജയം എടുത്തു പറയേണ്ടതുമാണ്. സേവാനിധി. കുട്ടികളിൽ സേവനാ മനോഭാവം വളർത്തുന്നതിനായി എല്ലാ വർഷവും നടത്തുന്ന സേവാനിധി സമാഹരണം ഈ വർഷവും നടത്തുകയും ഏറ്റവും കൂടുതൽ വീടുകൾ സന്ദർശിച്ച് കൂടുതൽ തുക സമാഹരിച്ച കുട്ടികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. 3ാം തരം മുതലുള്ള വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപകരും സമിതി അംഗങ്ങളും കൂടി സമാഹരിച്ച 16,500 രൂപ വിവേകാനന്ദ ജയന്തി ദിനത്തിൽ ജില്ലാ കാര്യാലയത്തിനു കൈമാറി. ഭാസ്കർജി അനുസ്മരണം. വിദ്യാഭാരതിയുടെ കേരള ഘടകമായ ഭാരതീയ വിദ്യാഭവന് തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത സ്ഥാനത്തേക്ക് വിദ്യാനികേതനെ കൈപിടിച്ചുയർത്തിയ ഭാസ്കർജിയുടെ 1ാം ചരമവാർഷിക ദിനമായ ഒക്ടോബർ 20 സ്വർഗീയ ഭാസ്കർജി അനുസ്മരണം നടത്തി. പ്രത്യേകം നടത്തിയ പ്രാർത്ഥനാ സഭയിൽ കുട്ടികളും അധ്യാപകരും സമിതി അംഗങ്ങളും പുഷ്പാർച്ചന നടത്തി ശാന്തി മന്ത്രത്തോടെ സഭ പിരിഞ്ഞു. അച്ചീവ്മെന്റ്സ്. കുട്ടികളിലെ കഴിവുകൾ കണ്ടറിയാനും അത് വികസിപ്പിക്കാനും വിദ്യാനികേതൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെറുതല്ല. മലപ്പുറം ജില്ലാ വിദ്യാനികേതൻ ആദ്യമായി തുടക്കം കുറിച്ച ഗണിതശാസ്ത്ര വിഷയങ്ങളിലെ ടാലന്റ് ടെസ്റ്റിൽ നമ്മുടെ വിദ്യാലയത്തിലെ 142 കുട്ടികൾ പങ്കെടുത്തു. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്ന 2ാം ഘട്ടത്തിൽ 1ാം തരത്തിലെ ശ്രീഹരി R, 4ാം തരത്തിലെ അവന്തിക, 5ാം തരത്തിലെ ദേവാനന്ദൻ എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. ഭാഷാവിഷയങ്ങളിലെ വായനയും എഴുത്തും അടിസ്ഥാനപ്പെടുത്തി നടത്തിയ എന്റെ പുസ്തകം മത്സരത്തിൽ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീറാം ദേവ് ഡിസംബർ 28, 29 തീയതികളിൽ കോട്ടക്കൽ വിദ്യാഭവനിൽ വെച്ച് നടന്ന എഴുത്തകം എന്ന ദ്വിദിന ക്യാമ്പിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കൊടുവായൂർ വെച്ച് നടന്ന ജില്ലാ ശാസ്ത്രമേളയിൽ എല്ലാ വിഭാഗത്തിലും സമ്മാനാർഹരായി തിരിച്ചുവന്ന നമ്മുടെ കുട്ടികൾ വിദ്യാലയത്തിന്റെ അഭിമാനം വാനോളമുയർത്തി. ഈ വർഷത്തെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു ഫെബ്രുവരി 23, 24കളിലായി വിദ്യാലയത്തിൽ നടത്തിയ 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളുടെ സഹവാസ ശിബിരം. അങ്ങാടിപ്പുറം വിദ്യാനികേതന്റെ ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച ഈ ദ്വിദിന ക്യാമ്പിൽ കുട്ടികളുടെ പാഠ്യേതര കഴിവുകൾക്ക് മുൻതൂക്കം നൽകി വിജയത്തിലെത്തിക്കാൻ സാധിച്ചു എന്നത് അഭിമാനം നൽകുന്നു. വ്യത്യസ്തമായ വിവിധ നിമിഷങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കുട്ടികൾ നേടിയെടുത്തത് ജീവിതത്തിന്റെ ഏതു സന്ദർഭങ്ങളിലും ഒത്തൊരുമിച്ചു നിൽക്കാനുള്ള നല്ലൊരു മനസ്സായിരിക്കും എന്നതിൽ തർക്കമില്ല.
വിനോദയാത്രകൾ. 2018-19 അധ്യയന വർഷത്തെ വിനോദയാത്ര സമുചിതമായി നടത്തി. പതിവു രീതിയിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവസരം കൊടുത്തുകൊണ്ട് 1-2 ക്ലാസുകൾക്ക് മഞ്ചേരി സിൽസില വാട്ടർ തീം പാർക്കിലേക്കും 3 മുതലുള്ള കുട്ടികൾ അതിരപ്പള്ളി ഡ്രീം വേൾഡ് വാട്ടർ പാർക്കിലേക്കും ഒരേ ദിവസങ്ങളിൽ യാത്ര നടത്തി. മാതൃക്ഷേമ സമിതികൾ. ഒരു വിദ്യാലയത്തിന്റെയും അവിടുത്തെ പ്രവർത്തനങ്ങളുടെയും ഉയർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകമാണ് രക്ഷിതാക്കൾ. വിദ്യാലയത്തിന്റെ പല സന്ദർഭങ്ങളിലും ആത്മാർത്ഥ സേവനം കാഴ്ചവെച്ച ശ്രീ രജൂഷിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേമസമിതിയും ശ്രീമതി പ്രീനയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രീന UP കുട്ടികൾക്കായി നടത്തിയ ക്രാഫ്റ്റ് ഓറിയന്റഡ് വർക്ക്ഷോപ്പ് കുട്ടികൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. രാമായണ മാസത്തിൽ നടത്തിയ മത്സരങ്ങളിൽ സമ്മാനാർഹരായ അംഗങ്ങളെയും വിദ്യാലയത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കിയെടുത്ത ക്ഷേമസമിതി അംഗങ്ങളെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ അഭിനന്ദിക്കുന്നു. ഡിസംബർ 23 കുളത്തൂർ സാഗർ ഓഡിറ്റോറിയത്തിൽ നടന്ന മാതൃഭാരതി കുടുംബസംഗമത്തിൽ അമ്മമാരും അധ്യാപികമാരും ക്ഷേമസമിതി അംഗങ്ങളുടെ സഹായത്തോടെ പ്രളയം എന്ന വിഷയത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ച നാടകം ഏവരുടെയും പ്രശംസയ്ക്ക് അർഹമായി. അവരൊരുക്കിയ ആ പ്രകടനവും അങ്ങാടിപ്പുറം വിദ്യാനികേതന്റെ പ്രശസ്തി വാനോളമുയർത്താൻ ഒരു നിമിത്തമായി. ഇൻസ്പെക്ഷൻ. വിദ്യാലയത്തിന്റെ അക്കാദമിക നിലവാരം പരിശോധിക്കുന്നതിനായി മലപ്പുറം ജില്ലയിലെ തന്നെ സമാന വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരായ ശ്രീ ജയപ്രകാശ് മാഷ്, ശ്രീ സുരേന്ദ്രൻ മാഷ് എന്നിവർ വിദ്യാലയ സന്ദർശനം നടത്തി. ഒരു ദിവസം മുഴുവൻ ഞങ്ങളോടൊപ്പം ചിലവഴിച്ച അവർ ഉച്ചയ്ക്കു ശേഷം അധ്യാപകർക്ക് മാത്രമായി പ്രത്യേക യോഗവും നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി പ്രത്യേകം പ്രവർത്തനങ്ങൾ നടത്തിവരികയും ക്ലാസ് PTA വഴി യഥാസമയം രക്ഷിതാക്കളെ വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. മലയാള ഭാഷാ പഠനം മെച്ചപ്പെടുത്താൻ മങ്കട AEO ഓഫീസിൽ നിന്നും ചുമതലപ്പെടുത്തിയ ശ്രീ ജ്യോതിനാഥ വാര്യർ വിദ്യാലയം സന്ദർശിച്ചു. വിദ്യാലയത്തിന് തിലകക്കുറി ചാർത്തിയ ഒന്നായിരുന്നു ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയത്തിന്റെ സംരംഭകനായ സ്വർഗീയ CP ജനേട്ടൻ സ്മാരക കെട്ടിടത്തിന്റെ ഉദ്ഘാടനം. 2018 നവംബർ 28 സ്റ്റേജും അതിനോട് ചേർന്ന റൂമിന്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഭാരതീയ വിദ്യാനികേതൻ ക്ഷേത്രീയ കാര്യദർശി ശ്രീ AC ഗോപിനാഥാണ്. തദവസരത്തിൽ ജനേട്ടന്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം വിദ്യാലയത്തെ ധന്യമാക്കി. കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നും വിജയ പരിസമാപ്തിയിലെത്തിച്ചേരും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ആ കെട്ടിടം. ശിശുവാടിക. നമ്മുടെ വിദ്യാലയത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് പ്ലേ സ്കൂൾ കൂടി ഉൾപ്പെടുന്ന ശിശുവാടിക. പ്രശിക്ഷണം കഴിഞ്ഞവരും പരിചയസമ്പന്നരുമായ അധ്യാപികമാരുടെ കീഴിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന 95ഓളം കുരുന്നുകൾ നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനമാണ്. ഈ അധ്യയന വർഷത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളും ബാഗ്ലെസ് ഡേ വിത്ത് കളർഫുൾ ഡ്രസ് ആക്കി മാറ്റിയത് ശ്രദ്ധാവഹമായിരുന്നു. ശിശുവാടികയ്ക്ക് മാത്രമായി ശിശുദിനവും കായികമേളയും വിനോദയാത്രയും നടത്തി. ഭ്രമണത്തിന്റെ ഭാഗമായി ചരിത്രമുറങ്ങുന്ന തിരുമാന്താംകുന്ന് അമ്പലക്കടവ്, മാമാങ്കത്തറ എന്നിവിടങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും അവർ യാത്ര നടത്തി. ഫ്രൂട്ട്സ് ഡേ, വെജിറ്റബിൾ ഡേ, ക്രാഫ്റ്റ് ഡേ എന്നിവയിലൂടെ വ്യത്യസ്ത അനുഭവങ്ങൾ കുരുന്നുകൾക്കായി നൽകാനായതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. 3 ഘട്ടങ്ങളിലായി നടത്തിയ സോപാനം ക്ലാസുകൾ വിദ്യാനികേതൻ കുടുംബത്തിലെ പരിചയസമ്പന്നരായ ശ്രീ ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ, ശ്രീ അജിത്ത് മാസ്റ്റർ, നമ്മുടെ വിദ്യാലയത്തിലെ രക്ഷിതാവ് കൂടിയായ ഡോക്ടർ അശ്വതി സുബിൻ എന്നിവർ കൈകാര്യം ചെയ്തു. ജനറൽ ബോഡി രക്ഷാകർതൃ യോഗത്തിൽ രക്ഷിതാക്കളോട് സംസാരിച്ചത് മലപ്പുറം ജില്ലാ അക്കാഡമിക് അഡ്വൈസർ കൂടിയായ ഡോക്ടർ രാമചന്ദ്രൻ സർ ആയിരുന്നു. ജൂലൈ 26 ഗുരുപൂർണിമ ദിനത്തിൽ റിട്ടയർഡ് AEO വിശ്വനാഥൻ മാഷിനെയും പത്നി ചന്ദ്രിക ടീച്ചറെയും കൂടാതെ സുഭദ്ര ടീച്ചറെയും ആദരിച്ചു പാദപൂജ നടത്തി. വിജയദശമി ആഘോഷം എടുത്തു പറയേണ്ട മറ്റൊരനുഭവമായിരുന്നു. വിദ്യാലയത്തിൽ തന്നെ മുഴുവൻ കുട്ടികൾക്കും പുസ്തകപൂജയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും 3 ദിവസങ്ങളിലും സമീപ ക്ഷേത്രത്തിലെ പൂജാരി പൂജ നടത്തി പ്രസാദ വിതരണം നടത്തുകയും ചെയ്തു. ദശമി ദിനത്തിലെ വിളക്കുപൂജ നടത്തുവാൻ സാധിച്ചത് ഒരു ഭാഗ്യവും പുണ്യവുമായി ഞങ്ങൾ കരുതുന്നു. അവധി ദിവസമായിരുന്നിട്ടും ഗാന്ധി ജയന്തി ദിനത്തിൽ കുട്ടികളും അധ്യാപക അനധ്യാപക സമിതി അംഗങ്ങളും ഒരുമിച്ച് വിദ്യാലയ പരിസരം ശുചിയാക്കി. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ, വിവേകാനന്ദ ജയന്തി, കേരളപ്പിറവി ദിനം, തിരുവാതിര മഹോത്സവം തുടങ്ങിയ വിശേഷ ദിവസങ്ങൾക്ക് പുറമെ എല്ലാ മാസവും കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമിനും ഞങ്ങൾ സമയം കണ്ടെത്തുന്നു.
എന്നും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും മാത്രം നമ്മളിലെത്തിയിരുന്ന മഴ ഈ വർഷം സംഹാരതാണ്ഡവമാടിയപ്പോൾ ലോകം കണ്ടൊരു പ്രകൃതി ദുരന്തമായി മാറിയത്. നമ്മുടെ വിദ്യാലയം നാടിനൊപ്പം കൈകോർത്തുകൊണ്ട് തന്നെ വിദ്യാനികേതന്റെ സഹായനിധിയിലേക്കും കേരള സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കും സഹായം എത്തിക്കുകയുണ്ടായി. പ്രിയരെ, വിദ്യാനികേതൻ കുടുംബത്തിൽ നിന്നും ഈ വർഷം പടിയിറങ്ങുന്ന 7ാം തരത്തിലെ നമ്മുടെ മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും നന്മയും നമുക്ക് നേരാം. അങ്ങാടിപ്പുറം വിദ്യാനികേതൻ ഒരുക്കിക്കൊടുത്ത അറിവും ആഹ്ലാദവും നിറഞ്ഞ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കാം. കൂടാതെ വിദ്യാലയത്തിലെ ഓരോ കുട്ടികളെയും ശ്രദ്ധയോടെ കൊണ്ടുവരികയും കൊണ്ടുപോകുകയും ചെയ്യുന്ന നമ്മുടെ സാരഥികളെയും വിദ്യാലയത്തിൽ സ്വന്തം അമ്മമാരായി അവരെ നോക്കി സംരക്ഷിക്കുന്ന ചേച്ചിമാരെയും ആരോഗ്യപരമായ എല്ലാ നിർദ്ദേശങ്ങളും തന്ന് കൂടെ നിൽക്കുന്ന എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയും ഇതുപോലെ സുഖകരമാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനാധ്യാപിക സുമിത ഉണ്ണി.